ഹായ് മക്കളെ, CUT എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോവാണ്. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അതിനുവേണ്ടി തയ്യാറാക്കി വെക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ വിശദമായി പറയാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ +2 കഴിഞ്ഞതിന് ശേഷം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ CUT എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത്, CUT എക്സാമിനേഷൻ കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ച സമയത്ത് എന്തൊക്കെയായിരുന്നു നമുക്ക് ഡോക്യുമെന്റ്സ് ആയിട്ട് വേണ്ടി വരുന്നത്. കാരണം നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഡോക്യുമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം നഷ്ടപ്പെടുന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴേ തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ടോ, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് വിശദമായി പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തണമെന്ന് ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ CUTയുമായി ബന്ധപ്പെട്ട എല്ലാവിധ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഈ ചാനലിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച്, യൂണിവേഴ്സിറ്റിയെ കുറിച്ച്, സബ്ജക്ട് കോമ്പിനേഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ചാനലിന്റെ അടിയിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് എന്നതാണ്. അപ്പം ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് CUT എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വേണ്ടത് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. സാധാരണ ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റിംഗ് ഏജൻസിയാണ്. NTA സംബന്ധിച്ചിടത്തോളം എൻട്രൻസ് എക്സാമിനേഷന് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു പാറ്റേണിലാണ് അവരുടെ ഡോക്യുമെന്റ് റിക്വയർമെന്റ് ഒക്കെ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് തയ്യാറാക്കി വെക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത്, നിങ്ങളെ രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഉണ്ടാവും എന്നുള്ളതാണ്. ആ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക എന്നതാണ്. വേർഡ് ബൈ വേർഡ് നിങ്ങൾക്ക് പരമാവധി പറ്റുന്ന സ്വഭാവത്തിൽ വായിച്ചു നോക്കുക എന്നുള്ളതാണ്. അതിന് ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കേണ്ടത് നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ അതുപോലെ തന്നെ +2ൻ്റെയും മാർക്ക് ഷീറ്റാണ്. അത് അപ്ലോഡ് ചെയ്യാൻ ഒരു പക്ഷേ ചോദിക്കാറില്ല, പക്ഷെ നിങ്ങളുടെ മാർക്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. +2 നിങ്ങൾ ഈ വർഷം എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അപ്പിയറിംഗ് എന്നുള്ള സ്വഭാവത്തിലായിരിക്കും ഒന്നുണ്ടാവുക, നിങ്ങൾ എഴുതുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ പ്രശ്നമല്ല, സ്വാഭാവികമായിട്ടും ആ ഇഷ്യൂസ് ഉണ്ടാവുന്നില്ല, എൻ്റെ മാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഒരു സ്കാൻ ചെയ്ത് വെക്കണം, ഓൾറെഡി ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യത എന്നുള്ളതാണ്. പരമാവധി നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐഡിയും നിങ്ങൾക്കൊരു ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും വെച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് മൊത്തം നടക്കുന്നുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐഡി, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു ഇമെയിൽ ഐഡി, അതുപോലെ തന്നെ ഫോൺ നമ്പർ, വേറെ ആരുടെങ്കിലും ഫോൺ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾക്ക് SMS കിട്ടുന്ന സ്വഭാവത്തിലുള്ള, പാരൻസിന് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ SMS അവൈലബിൾ ആയിരിക്കണം. ഒരു നമ്പറിൽ ഒരു പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ, വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡി ഉണ്ടാവണം എന്നുള്ളതാണ്. മാത്രമല്ല ഫോട്ടോ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു ഫോട്ടോ വേണം. നിങ്ങൾ സാധാരണ PSCക്കൊന്നും കൊടുക്കുന്ന പോലെയുള്ള അടിയിൽ പേരെഴുതിയ ഫോട്ടോ ആണെന്നില്ല, റീസെൻ്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ആ ഫോട്ടോൻ്റെ പ്രത്യേകമായിട്ട് കൃത്യമായിട്ട് എത്ര KB ആയിരിക്കണം, ഫോട്ടോൻ്റെ സൈസ് ഉണ്ടാവേണ്ടത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഫോട്ടോ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെയും സ്കാൻഡ് ഫോർമാറ്റിലുള്ള സിഗ്നേച്ചർ നിങ്ങൾക്ക് ഉണ്ടാവും. സിഗ്നേച്ചർ എന്ന് പറയുന്ന സമയത്ത് സാധാരണ എങ്ങനെ സിഗ്നേച്ചർ ഉണ്ടാവുക, സിഗ്നേച്ചർ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. നിങ്ങളൊരു വൈറ്റ് പേപ്പർ എടുക്കുക, വൈറ്റ് പേപ്പർ എടുത്തതിന് ശേഷം നിങ്ങളുടെ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ സിഗ്നേച്ചർ ഇവിടെ ഇടാണ്, നിങ്ങളുടെ സിഗ്നേച്ചർ ഇവിടെ ഇടുക, എന്നിട്ട് അത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എന്തായി, അത് സ്കാൻഡ് സിഗ്നേച്ചർ ആയി എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ സിഗ്നേച്ചർ എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും സാധാരണഗതിയിൽ സിഗ്നേച്ചേഴ്സ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ID പ്രൂഫ് ഉണ്ടാവുക എന്നുള്ളത്. ID പ്രൂഫിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ നിങ്ങൾക്ക് ID പ്രൂഫായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും, നിങ്ങളുടെ ആധാർ പ്രധാനപ്പെട്ട ഒരു ID പ്രൂഫാണ്. ആധാർ കാർഡ്, അതിൻ്റെ നമ്പർ ആയിരിക്കും ബേസിക്കലി ചോദിക്കുന്നുണ്ടാവുക. ആധാർ വെരിഫിക്കേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആധാർ നമ്പർ, നിങ്ങളുടെ വോട്ടേഴ്സ് ID, നിങ്ങൾ 18 വയസ്സായിട്ടുണ്ടെങ്കിൽ വോട്ടർ ID, ലൈസൻസ്, പാസ്പോർട്ട് തുടങ്ങിയിട്ടൊക്കെയുള്ള ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള, മിക്കവാറും എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആധാർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ ആധാർ നമ്പർ ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയമാകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്.
മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. കാറ്റഗറി സർട്ടിഫിക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ എന്തായിരിക്കും, നിങ്ങൾ വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ട ആളുകളായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ജനറൽ ആയിരിക്കും. ജനറലുകാരെ സംബന്ധിച്ചിടത്തോളം വേറെ സർട്ടിഫിക്കറ്റിനൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപക്ഷെ EWS ആയിരിക്കും. EWSകാർക്ക് സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ OBC NCL ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ SC SC ആയിരിക്കും, ST ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇങ്ങനെയുള്ള പല കാറ്റഗറിയിൽപ്പെട്ട ആളുകളുണ്ടാവും. ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കെല്ലാം സർട്ടിഫിക്കറ്റ് വേണം. ഈ പറയുന്ന പോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്ന സോപ്പർലി സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തഹസിൽദാർ അടുത്തുനിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തഹസിൽദാർ അടുത്തുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ആ പ്രോസസ്സിലൂടെ തന്നെ പോകണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ പോലെയുള്ള സംഗതികൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യം ഉണ്ടാവില്ല. പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷനിലേക്ക് പോകുന്ന സമയത്ത് സ്കോളർഷിപ്പിനൊക്കെ ആവശ്യമായിട്ട് വരും. അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒക്കെ തഹസിൽദാർ അടുത്ത് നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതൊക്കെ ഇപ്പോൾ ഓൺലൈൻ സംവിധാനമാണ്. അക്ഷയ ത്രൂ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കൊടുക്കാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റുമെങ്കിൽ അത് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രോസസ്സിനെ വളരെയധികം സഹായിക്കുന്ന സംഗതി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് അപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കടക്കേണ്ടത്. അങ്ങനെ അപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ സമയത്ത് അപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതായിരിക്കും. അപ്പം നോട്ടിഫിക്കേഷൻ വരാറായിട്ടുണ്ട്. മക്കളെ തയ്യാറായിരിക്കുക. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ സൂചിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. CUT-യുടെ ക്രാഷ് ബാച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. CUT ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് +2യുടെ കൂടെ തന്നെ ബോർഡ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ CUT എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ക്രാഷ് ബാച്ച് ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒട്ടും സമയം വൈകിട്ടില്ല, നിങ്ങൾക്ക് ഇപ്പോഴും ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.